പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യും. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാണ്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മാധ്യസ്ഥ രോഗികൾ, പീഡിതരെ, മാനസിക സംഘർഷം അനുഭവിക്കുന്നവരെ, ഡിപ്രഷൻ അനുഭവിക്കുന്നവരെ, മരുന്ന് കഴിച്ചിട്ട് ഉറക്കം മൂടുകയും ശരീരം തൂക്കം വെക്കുകയും ചെയ്യുന്നതല്ലാതെ പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഇല്ലാതെ ഡിപ്രഷൻ കൊണ്ട് വേദനിച്ച് ജീവിക്കുന്ന ആൾക്കാരെ കർത്താവേ, നീ അവരെ തൊടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓട്ടിസം കുഞ്ഞുങ്ങളെ, ഹൈപ്പർ ആക്ടിവിറ്റി കുഞ്ഞുങ്ങൾ, അവിടെ മാതാപിതാക്കന്മാരെ മനസ്സ് കെട്ടുപോയവരെ, തകർച്ച സങ്കടം കൊണ്ട് അവർക്ക് ജീവിക്കാൻ പറ്റാത്തവർ, ജീവിക്കാൻ വേണ്ടി ജീവിതത്തോട് മൽപ്പിടുത്തി നടത്തുന്നവർ, മരുന്ന് കഴിച്ചിട്ടും രോഗം സുഖമാക്കാതെയും രോഗം പൊറുക്കാതെയും ഇരിക്കുന്നവർ, എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ നിനക്ക് ദൈവസന്ധിപ്പും സൗഖ്യം ലഭിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവ്വേശ്വര എന്നേക്കും. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, പിന്നെ നമ്മൾ ഈ ദിവസങ്ങളൊക്കെ എടുക്കുന്ന ഒരൊറ്റ സബ്ജക്റ്റാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വാസ ദാരിദ്ര്യം ഉണ്ടായാൽ എന്ത് ചെയ്യും, പ്രാർത്ഥന ശൈത്യം ഉണ്ടായാൽ എന്ത് ചെയ്യും, ആത്മീയ മരവിപ്പുണ്ടായാൽ എന്ത് ചെയ്യും. അതാണ് നമ്മുടെ ചോദ്യങ്ങൾ. ഇങ്ങനെ വന്നാൽ എന്ത് ചെയ്യുക വെച്ചാൽ അതിന് ഓരോരോ ഘട്ടന ഇന്നലെ മെനയെന്നൊന്ന് പറഞ്ഞ് ഇന്ന് പറഞ്ഞാൽ എന്തറിയാമോ? ഇന്ന് പറയണത് ഈ ചില കാര്യങ്ങളെ
തിരിച്ച് കിട്ടുമെന്ന് ഉറപ്പില്ലാത്ത സ്ഥലത്ത് കർത്താവിൻ്റെ നാമത്തിൽ കൊടുക്കാൻ പറയും. തിരിച്ച് കിട്ടാത്ത സ്ഥലത്തേക്ക് കൊടുക്കാൻ പറയും. അപ്പം നമുക്ക് എപ്പോഴെങ്കിലും ഒരു ആത്മീയ മരയിപ്പ് വന്ന്, പ്രാർത്ഥന ശൈത്യം വന്ന്, അപ്പം അങ്ങനെയൊക്കെ വന്നാൽ ഒരു ഫെയ്ത്ത് ഫ്രിജിഡിറ്റി, വിശ്വാസ മരയിപ്പ് എന്ന് പറയും, വിശ്വാസ മരയിപ്പ്. അങ്ങനെയൊക്കെ വന്ന് നമ്മളിനി എന്ത് പ്രാർത്ഥിക്കാനാണ്, ആരോട് പ്രാർത്ഥിക്കാനാണ്, പ്രാർത്ഥിക്കാൻ തോന്നത്തില്ല. അപ്പോൾ അതിനർത്ഥം നമുക്ക് ഇപ്പോൾ നമ്മൾ എന്ത് പ്രശ്നം, നമ്മൾ ബൈക്ക് ഓടിക്കത്തില്ലേ, ബൈക്ക് ഓടിക്കുമ്പോൾ എല്ലാ ബൈക്കിലും എന്താ സംഭവം, കുറച്ച് കഴിയുമ്പോൾ റിസർവയർ എന്നല്ലേ, റിസർവയർ അങ്ങനെ സംഭവമില്ല ഇതിൻ്റെ അകത്ത്, നമ്മളുടെ പെട്രോൾ ടാങ്കിൻ്റെ അകത്ത് തന്നെ റിസർവ് ചെയ്തിരിക്കുന്ന ഓയിൽ. അപ്പോൾ ഇപ്പോൾ നമ്മളൊരു 40 ഒരു ലിറ്റർ അടിച്ചെന്ന് വിചാരിച്ചോ, ലിറ്റർ ഇപ്പോൾ 1.20 എത്ര രൂപയാണ്, അപ്പം 1 ലിറ്റർ പെട്രോൾ അടിച്ചാൽ 2 ലിറ്റർ പെട്രോൾ അടിച്ചെന്ന് വിചാരിച്ചോ. അപ്പം നമ്മളിങ്ങനെ യാത്ര ചെയ്യണം ബൈക്കിൽ, നമ്മൾ എണ്ണ അടിക്കാൻ മറന്നു പോയാലും ഉടനെ ആ റിസർവറിയർ അവിടെ കത്തിക്കിടക്കുക, എണ്ണ തീർന്നു. പക്ഷേ ഇനി അടുത്ത പെട്രോൾ പമ്പ് വരെ പോകാനുള്ള എണ്ണ ഈ ടാങ്കിൻ്റെ ഉള്ളിൽ, ടാങ്ക് ഡയറക്റ്റ് വരാത്ത രീതിയിൽ, ബുള്ളറ്റിനൊക്കെ അതുണ്ട്, എല്ലാ ബൈക്കിലുണ്ടെങ്കിൽ ഉണ്ടോയെന്ന് അറിയത്തില്ല, ആ റിസർവറിലൊക്കെ ഇപ്പോൾ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ടാങ്കിൽ എണ്ണ തീർന്നെന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടനെ അവർ താഴേക്ക് ആ റിസർവറിൻ്റെ നോബ് തിരിച്ച് വെച്ചിട്ട് അവിടെ നിന്ന് എടുത്തിട്ട് നമ്മൾ പെട്രോൾ പമ്പ് വരെ ഓടിക്കാനുള്ള വെള്ളം കിട്ടും. ഞാൻ ചോദിക്കട്ടെ, അതും കണ്ട് പെട്രോൾ പമ്പ് കണ്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? ടാങ്കിൽ എണ്ണയും തീർന്ന്, റിസർവറിലും തീർന്ന്, നമ്മൾ ഓടിച്ചോടിച്ച് പോയിട്ട് പെട്രോൾ പമ്പ് കണ്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? അപ്പോൾ വരണ്ട് കത്തിയിരിക്കും ടാങ്ക്, ഉണങ്ങിയിരിക്കണമെന്ന് പറഞ്ഞു, ടാങ്ക് ഉണങ്ങിയിരിക്കണമെന്ന് പറഞ്ഞു. ചില വീടുകളിലൊക്കെ ഭയങ്കര ഇടിയാണ്, ചേട്ടാനിയന്മാർ, അപ്പനും ചേട്ടനും അനിയനും എല്ലാം കൂടി വണ്ടി ഓടിക്കും. അതിനകത്ത് പിശുക്കന്മാരാരും ഉണ്ടാവും. അപ്പനായിരിക്കത്തില്ല പിശുക്കൻ, മിക്കവരും ഇളയ മകനായിരിക്കും പിശുക്കൻ. അവനും കൊണ്ടേ ചേട്ടൻ്റെ വണ്ടി എടുത്ത് അവനും ഓടിക്കും. അവനും ഓടിച്ചിട്ട് ചേട്ടായി ഓടിക്കുമ്പോൾ ചേട്ടന്മാർക്ക് എപ്പോഴും ഉണ്ടല്ലോ അപ്പനനിയനൊക്കെ എടുക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് അവർ ഒരു 1 ലിറ്റർ പെട്രോൾ അടിച്ച് വെച്ചിട്ട് അവൻ പോരത്തുള്ളൂ. ഈ ഇളയവനെ ഒരിക്കലും, ഇളയവൻ്റെ സ്വഭാവം അനുസരിച്ച് പലപ്പോഴും ഞാൻ കണ്ടിരിക്കുന്നത്, ഈ ഇളയന്മാർ ഭയങ്കര വിക്രമന്മാരായിരിക്കും, യവന്മാരടിക്കത്തില്ല. എന്തെങ്കിലും അത്യാവശ്യത്തിന് അപ്പം പുറത്തിറങ്ങി വണ്ടി എടുക്കുമ്പോഴാണ് നോക്കുമ്പോൾ ഉണങ്ങിയിരിക്കണേ കാണാം. ആരാണ് അവസാനം എടുത്ത് ഈ വണ്ടി എടുത്തതെന്ന് ചോദിക്കുമ്പോൾ മറ്റവരപ്പം തന്നെ എടുത്ത് ആ വഴക്ക് കേൾക്കണ അപ്പം മൂത്തവനായിരിക്കും, മറ്റവനറിയാമല്ല, കള്ളത്തരം കാണിച്ചിട്ട് അപ്പത്തിനോട് മുങ്ങിക്കാണും. അപ്പനിപ്പോൾ വണ്ടി എടുക്കും, അപ്പൻ കൊണ്ട് കിടന്ന് ബഹളം ഉണ്ടാക്കുമെന്ന്. അതെ, അവന് ഇത് വിക്രമം കാണിക്കണവന് എപ്പോഴും നിൽക്കാൻ അറിയാം, പണി കിട്ടണേ എപ്പോഴും. ഇല്ല, അപ്പം ഞാൻ അടിക്ക് വെക്കുമ്പോൾ ഇത്രയും ഉണ്ടായി. അപ്പം ഇങ്ങനെ വന്നാലും ഈ ഉണങ്ങിപ്പോയ ആത്മീയതയിൽ ഈ ഉണക്കമുണ്ട്. പെട്രോൾ ടാങ്ക് ഉണങ്ങുന്നത് പോലെ ആത്മീയതയിലും പ്രാർത്ഥനാ വരൾച്ച ഉണ്ട് ശരിക്കും. അങ്ങനെ ഒരു സിറ്റുവേഷൻസ് വന്നാൽ എന്ത് ചെയ്യും? അതാണ് നമ്മളിന്ന് ചിന്തിക്കേണ്ടത്. അത് ചെയ്യണമെന്ന് പറയണത്, അതിനെപ്പോഴും ഓർത്തേക്കണം, അത് ഈശോ റീഫണ്ട് ചെയ്യുന്ന ചില സ്കീംസ് ഉണ്ട്. ദൈവം ഇപ്പം ഇങ്ങനെ ബാങ്ക്രപ്സി ആയിപ്പോയി, പെട്രോൾ ടാങ്ക് ഉണങ്ങിപ്പോയാൽ അതിന് ഇൻസെൻറ്റീവ്, ദൈവം നമുക്ക് ഇൻസെൻറ്റീവ് തരുന്ന ചില സ്കീംസ് ഉണ്ട്. ആ സ്കീംസ് അറിയാമെങ്കിൽ അതിലൊരു സ്കീം ഈ ലൂക്കായുടെ സുവിശേഷം 6:35 എടുത്തേ. എന്നാൽ നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കുവിൻ, തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ, അതായത് തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുകയും വായ്പ കൊടുക്കുകയും ചെയ്യുവിൻ. അപ്പോൾ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. നിങ്ങൾ അത്യുന്നതന്റെ പുത്രന്മാരായിരിക്കുകയും ചെയ്യും. കാരണം അവിടുന്ന് നന്ദിഹീനരോടും ദുഷ്ടരോടും കരുണ കാണിക്കുന്നു. അതായത് ഇങ്ങനെ ഇതൊരു ഭയങ്കര സാധനമാണിത്. എന്ന് വെച്ചാൽ നമ്മൾ ബാങ്ക്രപ്സി ആയിപ്പോയി എന്ന് കണ്ടാൽ പിന്നെ ദൈവം ഇവരെ ഒരു ഇൻസെൻറ്റീവ് കൊടുത്ത് ഇവരെ തൽക്കാലത്തേക്ക് ഇവരെ ഇപ്പോൾ വെള്ളപ്പൊക്കം വരുമ്പോൾ നമ്മളെ ക്യാമ്പിൽ കൊണ്ടുപോയേ, അതുപോലെ അവിടെ നമുക്ക് ഹെലികോപ്റ്ററിൽ നിന്ന് വരെ ഭക്ഷണം തരും. എന്നും പറഞ്ഞ് എല്ലാ ദിവസവും നമുക്ക് ഹെലികോപ്റ്ററിൽ നിന്ന് ഭക്ഷണം തരുക ഇല്ല. പക്ഷേ ഇത് റിക്കവർ ചെയ്തെടുക്കാനുള്ളൊരു മാർഗ്ഗമാണ് തിരിച്ച് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ. ഇപ്പോൾ നമ്മൾ ചില ആൾക്കാരൊക്കെ കൊടുത്താൽ അവർക്ക് നമുക്ക് തിരിച്ചു തരാൻ പറ്റത്തില്ല.
അതാണ് ഈശോ പറഞ്ഞത്, നിങ്ങൾ സദ്യ അത്താഴം മുത്താഴം ഒക്കെ നടത്തുമ്പോൾ നിങ്ങൾ ദരിദ്രരെ വിളിക്കണം. എന്നിട്ട് ഈശോ പറയും അവർക്ക് നിങ്ങൾക്ക് തിരിച്ചു തരാൻ ഒന്നുമില്ല. ലൂക്കാ 14:13. എന്നാൽ നീ സദ്യ നടത്തുമ്പോൾ ദരിദ്രർ, വികലാംഗർ, മുടന്തർ, കുരുടർ എന്നിവരെ ക്ഷണിക്കുക. ലൂക്കാ 14:14. അപ്പോൾ നീ ഭാഗ്യവാനായിരിക്കും, എന്തെന്നാൽ പകരം നൽകാൻ അവരുടെ പക്കൽ ഒന്നുമില്ല. നീതിമാന്മാരുടെ പുനരുത്ഥാനത്തിൽ നിനക്ക് പ്രതിഫലം ലഭിക്കും. പ്രത്യേകിച്ച് ഈ അന്ധന്മാരെ സഹായിക്കണം ഇതുപോലെ സംഭവമാണ്. കാര്യം മറ്റുള്ളവർ നമ്മളവരെ ചെയ്യുമ്പോൾ അവർ സഹായിക്കുന്നവരെ അന്ധന്മാർ മറ്റുള്ളവർ കാണുന്നുണ്ട്. അപ്പോൾ അവർ കൈകൂപ്പും. അന്ധന് കാണാൻ പാടില്ല, എങ്ങോട്ട് നോക്കി കൈകൂപ്പണമെന്ന് അറിയാൻ പറ്റില്ല. ആരോ സഹായിക്കുന്നുണ്ടെന്ന് അറിയാം, പക്ഷേ എങ്ങോട്ട് നോക്കി കൈകൂപ്പണം. അപ്പോൾ നമ്മളിവിടെ നിൽക്കണമെങ്കിൽ അവർ ഇങ്ങോട്ടൊക്കെ കൈപോകും. അതാണ് അവസ്ഥ. അന്ധന്മാരെ സഹായിക്കണത് ഒരു വല്ലാത്ത സഹായമാണ്. എപ്പോഴും നമ്മൾ അന്ധനാകുമ്പോഴേ മനസ്സിലാകത്തുള്ളത്. അത്ര ദൈവത്തോട് നിങ്ങൾ നന്ദിയുള്ളവരാകണം. അല്ല മറ്റ് പല കാര്യങ്ങൾക്കും ദൈവത്തോട് മുമ്പിൽ നിങ്ങൾ ദൈവത്തിനെ പ്രതിയായിക്കൊണ്ട് എനിക്ക് അങ്ങനെ ചെയ്തില്ലേ, എനിക്ക് ചെയ്തില്ല, ഞാൻ ഇന്ന് എവിടെ ഇരിക്കേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് ബോളിവുഡ് നടക്കത്തില്ലേ, അതൊന്നും ശരിയല്ല. മറിച്ച് ഓരോ കാര്യങ്ങൾക്കും മറ്റുള്ളവർക്കില്ലാതെ വരുമ്പോഴായിരിക്കും നമുക്കത് ഓർത്തിട്ട് നമ്മൾ ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കണം. അപ്പം അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, തിരിച്ചു തരാൻ ഇല്ലാത്ത ആൾക്കാരെയാണ്. തിരിച്ചു തരാൻ ചിലപ്പോൾ ഒരു സ്തുതി പോലും ഉണ്ടാകത്തില്ല. അന്ധന്മാരുടെ ഗുണം അതാണ്, തിരിച്ചു തരാൻ ഒരു സ്തുതി പോലും ഉണ്ടാകാത്ത കാര്യം നമ്മളെ അവർ കാണുന്നില്ല. പക്ഷെ അവർക്ക് മെയിൻ്റനൻസ് ഇല്ലേ അവരുടെ ജീവിതത്തിന്. അപ്പോൾ അത് നമ്മൾ അവർക്ക് കൊടുക്കുമ്പോൾ, ഒരു തണുപ്പത്താണെങ്കിൽ ഒരു പുതപ്പ് കൊടുക്കുമ്പോഴും, ഭക്ഷണം കഴിക്കാൻ കുറച്ച് പൈസ കൊടുക്കുമ്പോഴും, അല്ലെങ്കിൽ അവരെ റീഹാബിലിറ്റ് ചെയ്യുന്ന സ്ഥലത്ത് അവരെ കൊണ്ട് ആക്കുമ്പോഴും, അതൊക്കെ എന്താണ് അവർക്ക് തിരിച്ചു തരാൻ അവർക്കൊന്നുമില്ല. പക്ഷേ കർത്താവ് തരും. ഇങ്ങനെയാണ് ഈ സിറ്റുവേഷൻ നമ്മൾ ഫ്രൂട്ട്ഫുള്ളാക്കണത്. അതുകൊണ്ട് എപ്പോഴും ഉടമ്പടിയുടെ പെർസ്പെക്റ്റീവിലാണ് അച്ഛൻ ഇതൊക്കെ സംസാരിക്കണമെന്ന് ഓർക്കണം. ദൈവത്തോട് ഉടമ്പടി ചെയ്തവർ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള നല്ല അവസരങ്ങൾ ശരിക്കും പ്രയോജനപ്പെടുത്തണം. ദൈവത്തെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. ഈ പരിശുദ്ധമായ അൾത്താരയിൽ രണ്ടാമതും സാക്ഷ്യം പറയുവാനുള്ള വലിയ കൃപ തിരുകുമാരനിൽ നിന്ന് നേടിത്തന്നതിനെ ഓർത്ത് ഈശോപ്പയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും കോടാനുകോടി നന്ദികൾ പറയുന്നു. എൻ്റെ പേര് സിമി വിനോദ്. പത്തനംതിട്ട ജില്ലയിലാണ് എൻ്റെ ഹസ്ബൻഡ് വീട്. ഞങ്ങളിപ്പോൾ എൻ്റെ കർത്താവ് നൽകിയിരിക്കുന്ന ദേശം ചങ്ങനാശ്ശേരിയാണ്. അവിടെ സെൻറ്റ് ഫ്രാൻസിസ് ഫോറൈൻ ചർച്ചിലാണ് ഞങ്ങൾ പോകുന്നത്. എനിക്ക് നൽകിയ സാക്ഷ്യം, ആദ്യം ഞാൻ 2024 ജൂലൈ 24 ഉടമ്പടി എടുത്തത്. അന്ന് ആദ്യത്തെ ഉടമ്പടി പുതുക്കുന്നതിന് മുൻപ് തന്നെ വലിയൊരു രോഗസൗഖ്യം പരിശുദ്ധ അമ്മ തിരുകുമാരൻ്റെ കൈകളിൽ നിന്ന് എനിക്ക് നേടിത്തന്നു. വെഞ്ചിരിച്ച തൈലവും ഉപ്പും പിന്നെ അമ്മയുടെ ഉടമ്പടി കാശ് രൂപവും എനിക്ക് അതിനുള്ള വഴികൾ കാണിച്ചു തന്ന് എനിക്ക് വലിയൊരു സൗഖ്യം, വീണു പോകാമായിരുന്ന എന്നെ ഇവിടെ എഴുന്നേറ്റ് നിർപ്പിച്ച് സാക്ഷ്യം പറയുവാനുള്ള വലിയൊരു കൃപ എനിക്ക് അന്ന് നേടിത്തന്നു. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ മുതലാണ് എൻ്റെ ഉടമ്പടി ജീവിതം എനിക്ക് കൂടുതൽ ആഴങ്ങളിലേക്ക് പോകുവാനുള്ള കൃപകൾ അമ്മ നേടിത്തന്നത്. പിന്നീട് അവിടെ തുടങ്ങി ഓരോ നിമിഷവും അമ്മയുടെ സാന്നിധ്യം കൂടെയിരുന്ന് അമ്മ ഞങ്ങളെയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും വഴി നടത്തുന്ന വിധങ്ങൾ, ഞങ്ങളിലേക്ക് സഹായവുമായി ഞങ്ങളുടെ ആവശ്യങ്ങളിൽ അമ്മയുടെ സാന്നിധ്യം. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പറയാറുണ്ട്, കൃപാസനം പത്രം നമ്മുടെ ആവശ്യങ്ങളുടെ സമയത്ത് നമ്മളുടെ കയ്യിൽ കിട്ടുമ്പോൾ അത് അമ്മയുടെ സാന്നിധ്യമാണെന്ന് പലപ്പോഴും അച്ഛൻ പറയാറുണ്ട്. മിക്കവാറും എൻ്റെ ജീവിതത്തിൽ അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. വീണ്ടും ഞാൻ സാക്ഷ്യം പറയാൻ പോകുന്നത്, ഞങ്ങളുടെ സ്ഥലം അത് വിൽക്കുവാൻ വേണ്ടി ഒത്തിരി ആഗ്രഹിച്ചു, പക്ഷേ നടന്നില്ല. അങ്ങനെ ഞാൻ ഉടമ്പടി വസ്തുവായ വെഞ്ചിരിച്ച ഉപ്പ് ആ സ്ഥലത്തിൻ്റെ 4 അതിരുകളിലും വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. അവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുൻപ് തന്നെ അമ്മ മനസ്സിലൊരു സന്ദേശം നൽകി. ഈ സ്ഥലം ഞങ്ങളുടെ മുൻപിലുള്ള ഒരു
വീട്, അവിടെ കുറച്ച് വില്ലകളാണ്, അവിടെയുള്ള ഒരാൾ വാങ്ങിക്കുമെന്നൊരു സന്ദേശം നൽകി. എങ്കിലും ഞാൻ ആ വസ്തുവിൻ്റെ ആധാരവുമായി ഇവിടെ ജോസഫ് അച്ഛൻ്റെ അടുക്കൽ വന്നു. അച്ഛൻ ബ്ലെസ് ചെയ്തു, പ്രാർത്ഥിച്ചു, അമ്മയുടെ കാശ് രൂപം നൽകി. അത് അമ്മയുടെ കാശ് രൂപം ആ മണ്ണിൽ സ്ഥാപിച്ച് ആ സ്ഥലം അമ്മയ്ക്ക് കൊടുക്കുവാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് പോകുന്നതിന് മുൻപേ അമ്മയോട് പറഞ്ഞു, അമ്മ എനിക്കൊരടയാളം തരണമേ എന്ന്. ഞാൻ ഈ പള്ളി വിട്ട് ഇറങ്ങുന്നതിന് മുൻപ് തന്നെ എനിക്ക് ഒരു ബ്രോക്കർ ഞങ്ങളെ വിളിച്ചു. ആ സ്ഥലത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അന്വേഷിച്ചു, അതിൻ്റെ വിലയൊക്കെ ചോദിച്ചു. ആ സമയം ഞങ്ങളത് ഒരു വില നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ബ്രോക്കർ പറഞ്ഞു ആ വില കിട്ടുവാനുള്ള ചാൻസ് തീരെ കുറവാണെന്ന് പറഞ്ഞു. വീണ്ടും വീട്ടിൽ വന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ എപ്പോഴും എൻ്റെ ഈശോപ്പയോട് എല്ലാ കാര്യങ്ങളും സംസാരിക്കും. ഞാനായിട്ട് തന്നെയാണ് സംസാരിക്കുന്നത്. എൻ്റെ ബലഹീനതകളും എൻ്റെ കുറവുകളും ഞാൻ ആയിരിക്കുന്ന അവസ്ഥ എന്താണോ, എൻ്റെ ഏറ്റവും വലിയ ഫ്രണ്ട്, ഞാൻ എല്ലാം സംസാരിക്കുന്നത് എൻ്റെ ഈശോപ്പയോടാണ്. എനിക്ക് വചനത്തിലൂടെ ഞാനെന്ന മകള് എന്താണെന്നറിയാവുന്ന എൻ്റെ അപ്പ വചനത്തിലൂടെ ലളിതമായ രീതിയിൽ ഞാൻ എന്ത് വാക്ക് വെച്ചാണോ ചോദിച്ചത് അതേ വാക്ക് തന്നെ നൽകി എന്നോട് സംസാരിക്കാറുണ്ടായിരുന്നു. അത് നേരത്തെ മുതൽ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ തന്നെയായിരുന്നു. ഒരു ചെറിയ കാര്യമാവട്ടെ ഞാൻ എൻ്റെ ഈശോപ്പയോട് ചോദിച്ച് എന്നും സംസാരിക്കുമായിരുന്നു. വചനത്തിലൂടെ എന്നോട് സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അതുപോലെ തന്നെ എനിക്ക് ചെയ്തു തരുമായിരുന്നു. അങ്ങനെ ഈ സ്ഥലത്തിൻ്റെ കാര്യം വന്നപ്പോഴും ഞാൻ ഈശോപ്പയോട് ചോദിച്ചു. കാരണം ഇതെൻ്റെ അപ്പൻ എനിക്ക് ദാനമായി, എൻ്റെ ഈശോപ്പ ദാനമായി നൽകിയ സ്ഥലമാണ്. ഒരു സ്ഥലത്തിനു വേണ്ടി ആഗ്രഹിച്ചു. അപ്പാ നീ സൃഷ്ടിച്ച ഈ പ്രപഞ്ചത്തിൽ ഒരു നുള്ളു സ്ഥലം എനിക്ക് നൽകണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ ഈശോപ്പ വാങ്ങിച്ച് നൽകിയ സ്ഥലമാണ്. അപ്പം ഞാൻ ചോദിച്ചു ഏത് വിലയ്ക്കാണ് ഈ സ്ഥലം വിൽക്കേണ്ടതെന്ന്. 2 പ്രാവശ്യവും എൻ്റെ ഹസ്ബൻഡേയും മനസ്സിലൊരു വില നൽകി. വീണ്ടും ആ ഒരു വില തന്നെ കാണിച്ചു. അപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു ഈ വിലയുമായി നമുക്ക് മുൻപോട്ട് പോകാം. ഇതിൽ നിന്ന് ഞാൻ ഈശോയോട് പറഞ്ഞപ്പോൾ ഇതിൽ നിന്ന് 1 രൂപ പോലും ഞാൻ കുറക്കുകയില്ല. കാരണം എനിക്കറിയാം ഇത് എൻ്റെ ഈശോപ്പ കാണിച്ച വിലയാണ്. അതെൻ്റെ അമ്മ ഏറ്റെടുത്തിട്ടുണ്ട്. ആ തുകയ്ക്ക് തന്നെ ഈ സ്ഥലം വിൽക്കുവാൻ സാധിക്കും. അത് പറഞ്ഞ് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ എന്നെ അന്ന് വിളിച്ച ആ ബ്രോക്കർ വിളിച്ചു. ഞാൻ ഈ വിലയെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ ആ ബ്രോക്കർ പറഞ്ഞു ഈ നിങ്ങളുടെ സ്ഥലത്തിൻ്റെ ഓപ്പോസിറ്റ് ഉള്ള വില്ലയിൽ ഒരാൾ ആ സ്ഥലം വാങ്ങിക്കുവാൻ ആഗ്രഹിക്കുന്നു. അന്ന് എനിക്ക് അമ്മ നൽകിയ സന്ദേശവും അത് തന്നെയായിരുന്നു. ആ തുകയ്ക്ക് തന്നെ ആ സ്ഥലം വിൽക്കുവാൻ ഉള്ള തീരുമാനമായി. ഞങ്ങൾക്ക് ചങ്ങനാശ്ശേരി എന്ന ദേശം എൻ്റെ അപ്പൻ ഒരു പരിചയവുമില്ലാത്ത സ്ഥലം എൻ്റെ അപ്പൻ എനിക്ക് കാണിച്ചു തന്നതാണ്. അവിടെ ഞങ്ങൾ വാടകയ്ക്കായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ അപ്പയോട് പറഞ്ഞു അപ്പാ ഈ സ്ഥലം വിൽക്കുമ്പോൾ പുതിയൊരു സ്ഥലം എനിക്ക് പള്ളിയുടെ അടുത്ത്, ഞാനതെന്നും പ്രാർത്ഥിക്കുമായിരുന്നു, എനിക്കൊരു വീട് തരുവാണെങ്കിൽ, ഒരു സ്ഥലം തരുവാണെങ്കിൽ പള്ളിയുടെ അടുത്ത് തരണം. എനിക്ക് വിശുദ്ധ ബലിയിൽ ആരെ ആശ്രയിക്കാതെ വരുവാനുള്ള, കാരണം എനിക്ക് അങ്ങനെ വണ്ടി ഓടിക്കാൻ അങ്ങനെയുള്ള അതിനുള്ളൊരു ധൈര്യമൊന്നും ഇല്ലാത്ത ആളാണ് ഞാൻ. അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അന്ന് മുതൽ എനിക്ക് ഈ ചങ്ങനാശ്ശേരി എന്ന ദേശം നൽകിയപ്പോൾ അന്ന് മുതൽ മുടങ്ങാതെ വിശുദ്ധ ബലിയിൽ പങ്കുചേരുവാനും വിശുദ്ധ കുർബാന സ്വീകരിക്കാനും ഒക്കെയുള്ള കൃപ നൽകി. അതുമാത്രമല്ല ആ സ്ഥലത്തിൻ്റെ മുൻപിൽ മാതാവിൻ്റെ ഒരു കുരിശടിയുണ്ട്. അത് അമ്മയുടെ സാന്നിധ്യമാണ് എന്നെനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ പറഞ്ഞു അപ്പ നൽകിയ സ്ഥലം മറ്റൊരാളുടെ കരങ്ങളിൽ കൊടുക്കുമ്പോൾ എനിക്ക് ഇവിടെ ഒരു സ്ഥലം അപ്പ വാങ്ങിച്ചു തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു. ആ ഒരു മാസം തന്നെ എനിക്കത് വാങ്ങിച്ചു തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു. പക്ഷേ അവിടെയൊക്കെ റോഡ് സൈഡ് ഒരു 200 മീറ്റർ ഉള്ളിലേക്ക് പോയാലും 1 സെൻറ്റിന് 4.5, 5 ഒക്കെയാണ്. ഞങ്ങൾ ഒത്തിരി സ്ഥലം പോയി കണ്ടു. ആ ഒരു റേറ്റാണ് പറയുന്നത്. പക്ഷേ ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ ഈ ഒരു സ്ഥലം എത്ര തുകയ്ക്കാണോ വിറ്റത് അതിൻ്റെ
തൊട്ടടുത്ത് തന്നെ എനിക്ക് ആ ഒരു വിലയ്ക്ക് തുല്യമായി ഒരു 7 സെൻറ്റ് സ്ഥലം എനിക്ക് നൽകണമെന്ന് പ്രാർത്ഥിച്ചായിരുന്നു. പക്ഷേ നമ്മൾ ചോദിക്കുന്നതിനേക്കാൾ അധികമായി നൽകുന്ന സ്വർഗീയ പിതാവ് 10 സെൻറ്റ് സ്ഥലം ആ തുകയ്ക്ക് അടുപ്പിച്ച് തന്നെ വാങ്ങുവാനുള്ള കൃപ നൽകി. അതിൻ്റെ രജിസ്ട്രേഷനും എല്ലാം കഴിഞ്ഞു. അതിൻ്റെ കരമടച്ച റെസിപ്റ്റ് എനിക്ക് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപെയാണ് കിട്ടിയത്. അത് വലിയൊരു സാക്ഷ്യമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ. എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഒരിക്കൽ കൂടി ഞാൻ എൻ്റെ ഈശോ അപ്പയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും വീണ്ടും എന്നെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റിയതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങളുടെ മകളും ഉടമ്പടി ജീവിതത്തിലാണ്. കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ ഉടമ്പടി വന്നു പുതുക്കിയായിരുന്നു. ഇപ്പോൾ അവൾക്ക് ക്ലാസ് ഉള്ളത് കൊണ്ട് അവൾ വന്നില്ല. വീണ്ടും ഒരു സാക്ഷ്യം എന്ന് പറയുന്നത്, ഒരു കാറ് വാങ്ങിക്കണമെന്ന് ഒത്തിരി ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷേ സാധിച്ചില്ല. കഴിഞ്ഞ വർഷം ഇതുപോലെ പള്ളിയിൽ നിന്ന് അമ്മയോട് പ്രാർത്ഥിച്ചു, അമ്മേ ഒരു വാഹനം വാങ്ങിക്കുവാൻ, ഒരു കാറ് വാങ്ങിക്കുവാനുള്ള കൃപ നൽകണമേ എന്ന്. അന്നും അമ്മ ഞങ്ങൾക്കൊരു വാഹനം കാണിച്ചു തന്നു. അത് മനസ്സിൽ ഞങ്ങളത് വെച്ചിട്ട് മുന്നോട്ട് പോയി. ഈ വർഷമായപ്പോഴേക്കും വീണ്ടും ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ അമ്മ കാണിച്ചു തന്ന വാഹനം അത് വാങ്ങിക്കുവാൻ ഞങ്ങൾക്ക് വഴികളൊന്നുമില്ല, എന്ത് ചെയ്യേണ്ടതെന്നൊന്നും അറിയുന്നില്ല. പക്ഷെ ഞാൻ അപ്പോഴും ഈശോയോട് ചോദിച്ചു, ഈശോയെ ഏത് വാഹനമാണ്, അമ്മ ഇങ്ങനെ ഒരു വാഹനം കാണിച്ചു തന്നിട്ടുണ്ട്, ഏത് വാഹനമാണ് ഞങ്ങൾ വാങ്ങിക്കേണ്ടതെന്ന് വീണ്ടും അപ്പ നീ ഒന്ന് ഉറപ്പ് നൽകണമെന്ന് പ്രാർത്ഥിച്ചു. വീണ്ടും അമ്മ കാണിച്ചു തന്ന അതേ വാഹനം തന്നെയാണ് ഈശോയും ഞങ്ങൾക്ക് കാണിച്ചു തന്നത്. ദൈവത്തിൻ്റെ കൃപയാൽ അതിൻ്റെ കാര്യങ്ങൾ വാങ്ങിക്കുവാനുള്ള വഴികളൊക്കെ അമ്മ തുറന്നു തന്നു. വീണ്ടും അമ്മയ്ക്ക് ഞാൻ ഒത്തിരി നന്ദി പറയുന്നു. പിന്നീട് എൻ്റെ പ്രേക്ഷിത ജീവിതമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഉടമ്പടി എടുത്തു കഴിഞ്ഞ് ആദ്യമൊക്കെ എനിക്ക് ഉടമ്പടി ജീവിതം ആഗ്രഹിച്ചതുപോലെ, അല്ലെങ്കിൽ എൻ്റെ ഈശോപ്പയും പരിശുദ്ധ അമ്മയും ആഗ്രഹിച്ചതുപോലെ എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചില്ലായിരുന്നു. പക്ഷേ എൻ്റെ മനസ്സിൽ ഒരാഗ്രഹമുണ്ടായിരുന്നു, ഞാനെന്ന കുറവുള്ള മകള് എന്നെ നിറവുള്ള ഒരു മകളാക്കി മാറ്റാൻ എൻ്റെ അമ്മയ്ക്ക് കഴിയുമെന്ന് എനിക്ക് ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു. ആ ഒരു വിശ്വാസത്തിൽ എനിക്ക് നൽകി ദേശത്ത് പിന്നീട് ഉള്ള കാര്യങ്ങളൊക്കെ എൻ്റെ അമ്മ കാണിച്ചു തരുന്ന വഴിയിൽ കൂടി സഞ്ചരിക്കാൻ പറ്റി. പത്രം വാങ്ങിച്ച് റോഡുകളിലും ബസ് സ്റ്റാൻഡിലും ഓട്ടോ സ്റ്റാൻഡിലും ഹോസ്പിറ്റലുകളിലൊക്കെ ഞാൻ കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു. കൊണ്ടുപോയി കൊടുക്കുക മാത്രമല്ല, കൃപാസനത്തെക്കുറിച്ച് പറഞ്ഞും എനിക്ക് ലഭിച്ച രോഗസൗഖ്യങ്ങളും ചെറുതും വലുതുമായ അനുഗ്രഹങ്ങൾ പറഞ്ഞു. അതുമാത്രമല്ല, നമ്മളുടെ ജീവിതം ഭൂമിയിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ ഉന്നതിക്ക് വേണ്ടിയാണ്. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പറയാറുണ്ട്, നമ്മുടെ ഭൂമിയിൽ നമ്മുടെ ആഗ്രഹങ്ങൾ അത് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. അത് നമ്മൾ പ്രാർത്ഥിച്ചാൽ ഇല്ലെങ്കിലും ദൈവം അത് നൽകും. പക്ഷേ കൃപയുണ്ട്, അത് ദൈവം നമ്മൾക്ക് നൽകുന്ന ദാനമാണ്. കാരണം വചനം പറയുന്നുണ്ട്, മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിൻ്റെ ദയയാണ് എല്ലാറ്റിൻ്റെ അടിസ്ഥാനം. അപ്പോൾ ആ ഒരു കൃപ നമ്മൾക്ക് മറ്റുള്ളവർക്ക് പങ്കുവെച്ച് കൊടുക്കുമ്പോൾ അവരിലൂടെ നമ്മൾക്കത് കാണുവാൻ സാധിക്കും. പലപ്പോഴും പത്രം ഞാൻ കൊടുക്കുമ്പോൾ എനിക്ക് അവരോട് സംസാരിക്കുമ്പോൾ ഞാൻ അനുഭവിച്ചറിഞ്ഞ എൻ്റെ അപ്പൻ്റെ സ്നേഹം മറ്റുള്ളവർക്ക് പങ്കുവെച്ച് കൊടുക്കുമ്പോൾ ഞാൻ പലപ്പോഴും കരഞ്ഞു പോകാറുണ്ട്. ഞാൻ തന്നെ ചോദിക്കാറുണ്ട്, ഈശോപ്പ ഞാൻ എന്തിങ്ങനെ കരയുന്നേ? കാരണം എൻ്റെ മനസ്സിൽ അപ്പോഴും ഈശോയെ ഇവരെല്ലാവരും നിന്നെ അറിയണം, നീ എന്ന ഏക സത്യദൈവത്തെ അറിഞ്ഞ് ഈശോയെ നിന്നിലേക്ക് ഇവരെല്ലാവരും വരണം. നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം സ്വർഗരാജ്യമാണ്. അത് നമ്മൾക്ക് നേടാൻ പറ്റുന്ന ഏറ്റവും വലിയ ഗോവണി പരിശുദ്ധ അമ്മയാണ്. അത് നമ്മൾക്ക് പരിശുദ്ധമായ കൃപാസനം എന്ന ഈ പുണ്യഭൂമി തന്നെയാണ്. കാരണം ഇവിടെ നമ്മൾ ഈശോ ആഗ്രഹിക്കുന്ന കാര്യം, ഒരു ഗ്ലാസ് പച്ചവെള്ളം എൻ്റെ നാമത്തിൽ മറ്റുള്ളവർക്ക് കൊടുത്താൽ പ്രതിഫലം നൽകുമെന്ന് പറഞ്ഞ കർത്താവ് ഇവിടെ നമ്മുടെ ജീവിതം
എല്ലാ തരത്തിലും നമ്മളെ വിശുദ്ധീകരിക്കുകയാണ്. ഈശോ നമ്മളോട് പറഞ്ഞത് ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കുക എന്നതാണ്. ഞാൻ ഈശോയോട് പറയും, അപ്പാ, ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കാനുള്ള കഴിവ് എനിക്കില്ല. പക്ഷേ നീ എനിക്ക് നൽകിയ, നിന്നെ അനുഭവിച്ചറിഞ്ഞ സത്യങ്ങൾ മുഴുവനും വചനത്തിലൂടെയാണ്. ആ വചനം സോഷ്യൽ മീഡിയ വഴിയും പ്രേക്ഷിത പ്രവർത്തനത്തിലൂടെയും ഞാൻ ഈശോയോട് പറയും, അങ്ങയുടെ സേവകാത്മാക്കളായ കോടാനുകോടി മാലാഖമാരുടെ കരങ്ങളിൽ ഈ വചനങ്ങളെല്ലാം കൊടുത്ത് ലോകമെങ്ങും പോയി സുവിശേഷം, ഈ വചനം അവരിലൂടെ ലോകമെങ്ങും പോയി വിതരണം ചെയ്യുവാനുള്ള കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിച്ച്, എന്നെ ഈശോ പരിശുദ്ധ അമ്മ എന്നെ പഠിപ്പിച്ച ഒത്തിരി വചനങ്ങളുണ്ട്, അതെല്ലാം ഏറ്റുചൊല്ലി എല്ലാവരെയും സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെ കണ്ടുമുട്ടുന്ന ആൾക്കാരിലൊക്കെ വചനം പറഞ്ഞ് അവരെ ശക്തിപ്പെടുത്തി ബലപ്പെടുത്തി ഈ മണ്ണ് എന്താണെന്ന് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുത്ത്, അങ്ങനെയാണ് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം. പിന്നെ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്, സാക്ഷ്യങ്ങൾ. അത് കേൾക്കുക മാത്രമല്ല, അത് ഫാമിലി ഗ്രൂപ്പിലും ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പിലും അല്ലാതെയും ഞാൻ ഷെയർ ചെയ്തു. അതുമാത്രമല്ല, അതിനെക്കുറിച്ച് പറയാറുണ്ട്. കാരണം ഓരോ സാക്ഷ്യങ്ങളും നമ്മളുടെ ജീവിതത്തിൽ, നമ്മളുടെ ആത്മീയ ജീവിതത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് നമുക്ക് നൽകുന്ന വലിയൊരു അറിവുകളാണ് അതിലടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് സാക്ഷ്യങ്ങൾ ആരും മുടക്കരുതെന്ന് ഞാൻ പറയുന്നു. അതുകൂടാതെ കാരുണ്യ പ്രവൃത്തികളെന്ന് പറഞ്ഞാൽ, ഉടമ്പടി ജീവിതത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ സങ്കടങ്ങൾ കേട്ട് അവർ ചോദിക്കുന്നതിന് മുൻപ് തന്നെ അവരിലേക്ക് സഹായം എത്തിക്കാറുണ്ട്. പിന്നെ പുവർ ഹോമിലൊക്കെ വിസിറ്റ് ചെയ്യാറുണ്ട്. അവർക്ക് വേണ്ട ആവശ്യങ്ങൾ, അതെന്താണോ, ഭക്ഷണമാകട്ടെ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളാകട്ടെ, അത് ചെയ്യുവാനുള്ള കൃപ നൽകിയിട്ടുണ്ട് പരിശുദ്ധ അമ്മ. അതുകൂടാതെ വഴി ഓരങ്ങളിൽ ആരുമില്ലാത്ത മക്കൾക്ക് അവർക്ക് പൊതിച്ചോറുകൾ വിതരണം ചെയ്യുവാൻ ആ ഒരു കൃപയും നൽകിയിട്ടുണ്ട്. പിന്നെ രോഗികൾക്ക് സഹായം, ഏറ്റവും വലിയത് മധ്യസ്ഥ പ്രാർത്ഥന. ഓരോരുത്തരും പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യങ്ങൾ പറയുമ്പോൾ ഞാൻ ചെയ്യുന്നത് അതെല്ലാം ഒരു പേപ്പറിൽ എഴുതി പ്രാർത്ഥിച്ച് പരിശുദ്ധ അമ്മയുടെ ഫോട്ടോയുടെ കീഴിൽ ഞാൻ പറയും, അമ്മേ, ഞാനിത് അമ്മയുടെ കാൽ കീഴിൽ സമർപ്പിച്ചിരിക്കുന്നു. ഇത് അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് എൻ്റെ കുറവുകൾ കഴുകി വിശുദ്ധിയോടെ കൊടുക്കണമേ. അത് അമ്മയ്ക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. പള്ളിയിലെ കാരുണ്യ പ്രവർത്തികളിൽ ഭാഗമാകാറുണ്ട്. അതുകൂടാതെ എനിക്ക് ഏറ്റവും സന്തോഷം കിട്ടുന്ന കാര്യം, മറ്റുള്ളവരുടെ അടുക്കൽ ഈശോയെക്കുറിച്ച് പറഞ്ഞ് നമ്മൾ അനുഭവിച്ച നമ്മുടെ അപ്പൻ്റെ സ്നേഹം എത്ര വലുതാണെന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഓരോ നിമിഷവും എൻ്റെ കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ ഉള്ള വലിയൊരു അനുഗ്രഹം എനിക്ക് എൻ്റെ ഈശോ നൽകിയിട്ടുണ്ട്. എനിക്ക് 2 മക്കളാണ്. ഞാൻ അവരോട് എന്നും എനിക്ക് അവരോട് പറയാനുള്ളത് എനിക്ക് എൻ്റെ ഈശോയെക്കുറിച്ച് മാത്രമാണ്. അല്ലാതെ ഞാൻ അവരോട് ഞങ്ങൾ ബാക്കി കാര്യങ്ങൾ സംസാരിക്കുമെങ്കിലും കൂടുതൽ എൻ്റെ ഈശോയെക്കുറിച്ച് വചനം വായിച്ചത്, ഞങ്ങൾക്ക് അതിനുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഈ അടുത്ത് തന്നെ വിശുദ്ധ കുർബാന എന്താണെന്ന് മനസ്സിലാക്കുന്ന ഒരു 6 ദിവസത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റി. അത് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ വലിയൊരു അനുഗ്രഹമാണ്. വിശുദ്ധ കുർബാന ഓരോ പ്രാർത്ഥനയും എന്താണെന്ന് വ്യക്തമാകുന്ന തരത്തിൽ ഞങ്ങൾക്ക് ക്ലാസ് ലഭിച്ചു. ഞാൻ ഇതിലൊക്കെ എൻ്റെ ഈശോയുടെ സ്നേഹമാണ് അനുഭവിച്ചറിയുന്നത്. ഞാൻ എൻ്റെ മക്കളോട് പറയും, ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോഴും ഈശോയോട് പറയണം, ഈശോയെ, ഈ ഒരു ഗ്ലാസ് വെള്ളം നിൻ്റെ നാമത്തിൽ ഞാൻ കുടിക്കുന്നു, അതിനുള്ള കൃപ എനിക്ക് നൽകിയതിന് നിൻ്റെ നാമത്തെ ഞാൻ മഹത്വപ്പെടുത്തുന്നു. അപ്പോൾ ഞാൻ മക്കളോട് പറയും, അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ഒരു ദിവസം നമ്മൾക്ക് എത്ര കാര്യങ്ങൾ പറഞ്ഞ് ഈശോയുടെ നാമത്തെ നമുക്ക് മഹത്വപ്പെടുത്താൻ പറ്റും. അപ്പോൾ നമ്മളുടെ മനസ്സ് മുഴുവനും പ്രാർത്ഥനയിലായിരിക്കും. നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരിക്കുന്നത് കൂടാതെ നമ്മുടെ ജോലി സമയങ്ങളൊക്കെ പ്രാർത്ഥനയാക്കി നമുക്ക് മാറ്റാൻ പറ്റും. ഇത് കൂടാതെ ബൈബിൾ വായന, അരമണിക്കൂർ ബൈബിൾ വായിക്കും. ഒത്തിരി, എനിക്ക് തോന്നുന്നു 500 അധികം വചനങ്ങൾ എൻ്റെ
ഈശോപ്പ പരിശുദ്ധാത്മാവ് നൽകി എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അതെല്ലാം ഞാൻ ഏറ്റുചൊല്ലും. അത് ജോലിയുടെ സമയത്തല്ലാതെ ഒക്കെ ഞാൻ ഏറ്റുചൊല്ലും. പിന്നെ കുടുംബ പ്രാർത്ഥന ഒരിക്കലും മുടക്കാറില്ല. കുടുംബ പ്രാർത്ഥന, ജപമാല ഇതൊക്കെ ചൊല്ലി അതെല്ലാവർക്കും വേണ്ടി കാഴ്ചവെച്ച് പ്രാർത്ഥിക്കാറുണ്ട്. കരുണയുടെ ജപമാല ചൊല്ലാറുണ്ട്. പിന്നെ വിശുദ്ധ ബലിയിൽ നേരത്തെ പങ്കെടുക്കാൻ പള്ളിയിൽ നേരത്തെ ചെല്ലും. കുറച്ച് നേരം, അത് ചിലപ്പോൾ ആദ്യം ചെല്ലും, അല്ലെങ്കിൽ വിശുദ്ധ കുർബാന കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഞാൻ എൻ്റെ ഈശോയുടെ കൂടെ ഇരിക്കും. അവിടെ ഞാൻ സംസാരിക്കാൻ ശ്രമിച്ചാലും പലപ്പോഴും എനിക്ക് നിശബ്ദതയാണ് അവിടെ വരുന്നത്. കാരണം എൻ്റെ അപ്പൻ്റെ മുമ്പിൽ എപ്പോഴും കുറവുകളോടുകൂടി ആയിരിക്കുമ്പോഴാണ് എനിക്ക് കൂടുതൽ കൃപകൾ കിട്ടുന്നത്. ഒരിക്കൽ കൂടി ഇത്രയും വലിയൊരു അനുഗ്രഹങ്ങൾ കൃപാസന അമ്മയുടെ മധ്യസ്ഥതയിൽ എനിക്കും എൻ്റെ കുടുംബത്തിനും ലഭിച്ചതിനെ ഓർത്തും വീണ്ടും എന്നെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റിയതിനെ ഓർത്തും പരിശുദ്ധമായ ആൾത്താരയിൽ നിന്നുകൊണ്ട് പരിശുദ്ധ അമ്മയ്ക്കും എൻ്റെ ഈശോപ്പയ്ക്കും കോടാനുകോടി നന്ദികൾ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം സമർപ്പിക്കുന്നു. നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം സദാ സമൃദ്ധമായി ഉണ്ടാകാനും സത്കൃത്യങ്ങൾ ധാരാളമായി ചെയ്യാനും വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നൽകാൻ കഴിവേറ്റവനാണ് ദൈവം. 2 കൊറിന്ത്യൻസ് 9:8 വചനമാണ്. സമൃദ്ധമായി അനുഗ്രഹിക്കുന്ന ഒരു ദൈവത്തിൻ്റെ കൃപയുമാണ് ഈ മകളുടെ ജീവിതത്തിൽ നാം കാണുവാൻ സാധിക്കുന്നത്. മകൾ പ്രാർത്ഥിച്ചത് കുറവുകളെല്ലാം നിറവുകളാക്കി മാറ്റുന്ന ഒരു ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിച്ചത്. പ്രേക്ഷിത പ്രവർത്തനത്തിൽ ദൈവത്തെ കൂടുതൽ അറിയുവാനും മഹത്വപ്പെടുത്തുവാനും അറിയാത്തവരെ അറിയിക്കുവാനും അറിഞ്ഞവരെ ആഴപ്പെടുത്തുവാനുമുള്ള ഒരു വലിയ ശ്രമമാണ് ഈ മകളുടെ ജീവിതത്തിൽ. ഉടമ്പടിയിൽ വിശദീകരിച്ച് ഒരു വിശുദ്ധമായ ഒരു ജീവിതത്തിൽ, ആത്മീയ ജീവിതത്തിലേക്കാണ് ഒരു പ്രേരണ ഈ മകൾക്ക് ലഭിക്കുകയും സുവിശേഷം മറ്റുള്ളവർക്ക് വേണ്ടി ആ വചനം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനുള്ള ഒരു അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുകയും അങ്ങനെ സുവിശേഷ വചന പ്രഘോഷണം നടത്തുവാനുള്ള കൃപയെ ലഭിക്കുകയാണ്. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം, ഉടമ്പടി മക്കളുടെ ജീവിതത്തിലെ കൂടെയുള്ള ആ ദൈവം അനുഗ്രഹിച്ച ഒരു വലിയ അനുഗ്രഹ സാക്ഷ്യമാണ് സിമി നമ്മളോട് ഷെയർ ചെയ്തത്. എല്ലാ കാര്യങ്ങളിലും നമ്മുടെ ജീവിതത്തിലും ഇടപെടുന്ന ഒരു ദൈവമാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ കാണുന്നത്. എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നൽകുന്ന ഒരു ദൈവത്തിൻ്റെ അരികിലാണ് പരിശുദ്ധ അമ്മയാണ് നമ്മെ സംരക്ഷിക്കുന്ന അമ്മ. അമ്മയുടെ കരുതലും സംരക്ഷണവും വാത്സല്യവും നമ്മുടെ കൂടെയുണ്ട്. ഉടമ്പടി നല്ല സത്കൃത്യങ്ങൾക്കായി, കാരുണ്യപ്രവർത്തികൾക്കായി ഉപയോഗിക്കുമ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ വരുവാനുള്ള ഒരു വലിയ വാതിലാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തുറന്നു കൊടുക്കുന്നത്. ആ ദൈവത്തിൻ്റെ സ്നേഹം മറ്റുള്ളവർക്ക് പങ്കിടുവാനുള്ള ആ വാതിൽ. ദൈവം നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് അനുഗ്രഹിക്കുമെന്നും തക്ക സമയത്ത് ഇടപെടുമെന്നുമുള്ള ഉറച്ച വിശ്വാസമാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിലും. 1 കൊറിന്ത്യൻസ് 9:8 പറയുന്നത് പോലെ ദൈവത്തിൻ്റെ കൃപ നമുക്ക് മതി. ആ കൃപയുണ്ടെങ്കിൽ നമുക്കെല്ലാം ഉണ്ട്. ദൈവത്തെ നമ്മൾ കിട്ടുന്ന ആ കൃപയിലൂടെ നമുക്കും ആ ദൈവാനുഗ്രഹങ്ങൾ ലഭിക്കുവാനുള്ള അനുഗ്രഹങ്ങൾക്കായി പ്രാർത്ഥിക്കാം. സിമിക്കും കുടുംബത്തിനും ലഭിച്ച ഈ വലിയ അനുഗ്രഹങ്ങൾക്ക്, പ്രത്യേകിച്ചും വാഹനം മേടിക്കുവാനും സ്ഥലം വിൽക്കുവാനും മേടിക്കുവാനുമുള്ള അനുഗ്രഹങ്ങൾ നൽകിയ ആ ദൈവത്തിന് നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം.